എൻ്റെ പേര് ഷിബു. ഇത് എൻ്റെ വൈഫ് റീനു. ഞങ്ങൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട് പത്തനംതിട്ട, റീനു ട്രിവാൻഡ്രം. ഞങ്ങൾ ഇപ്രാവശ്യം ഹോളിഡേ US-ലേക്ക് ഒരു 2 വീക്സ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഞങ്ങൾ ഫ്ലോറിഡ സ്റ്റാർട്ട് ചെയ്തു. ഫ്ലോറിഡയിലാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. അവിടെ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്തു, ഒരു 3 ഡേയ്സ്. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു. മെയിനായിട്ട് ഡിസ്നി വേൾഡും സം പ്ലേസസ് ഞങ്ങൾ കണ്ടു. അതിനുശേഷം ന്യൂയോർക്ക് 3 ഡേയ്സ് സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഡാലസിൽ വന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 ഡേയ്സ് ആയി. വന്നതിന് ശേഷം ഞങ്ങൾ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഇന്ന് ഞങ്ങൾ നാസ വന്നു. നാസ ഏകദേശം ഒരു 5 hours ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ US-നെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാൻ? കുറേ നാളുകൾക്ക് മുമ്പുള്ള ആഗ്രഹമായിരുന്നു US വിസിറ്റ് ചെയ്യാന്നുള്ളത്. ഞങ്ങൾ 1 year ബിഫോർ ഞങ്ങൾ ഇതിനുള്ള ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു. ബട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് വിസ ഒക്കെ കിട്ടി. ഞങ്ങളങ്ങനെ ടിക്കറ്റിനൊക്കെ കൊടുത്തു. ബട്ട് ഞങ്ങളങ്ങനെ പോന്നു. US ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ കാണണം, റിയൽ ടൈമിൽ കാണണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ലീവ് ഇൻ. നല്ല റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വർക്കിംഗ് കൾച്ചർ, എൻവയോൺമെൻറ്റ്, സ്കൂൾസ്, ഇതെല്ലാം കമ്പയർ ടു അതർ കൺട്രീസ് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ US-ൽ വരുമ്പം കമ്പയർ ടു അതർ കൺട്രീസ്. നിങ്ങൾ ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് വിസയ്ക്ക് വേണ്ടി ഏതെങ്കിലും ട്രാവൽ ഏജൻസി ദുബൈയിൽ ഹെൽപ്പ് ചെയ്തിരുന്നോ? ആപ്ലിക്കേഷനും ഇല്ല, ഞങ്ങൾ തന്നെ സ്വയം ചെയ്യുമായിരുന്നു. കുറച്ച് ഇൻഫർമേഷൻസ് റീനുവിൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറിലോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രോസസ്സൊക്കെ മനസ്സിലായത്. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 1 year മുമ്പാണ് ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തത്. ഒരു 1 year എടുത്തു ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. അതിനുശേഷം ഞങ്ങൾ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഇൻ്റർവ്യൂവിൻ്റെ ശേഷം ഞങ്ങൾക്ക് വിസയും കാര്യങ്ങളൊക്കെ കിട്ടി. ബട്ട് പ്രോസസ് വാസ് വെരി സിമ്പിൾ. ജസ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും ഉണ്ട്. ബട്ട് ഇറ്റ്സ് വെരി ഓർഗനൈസ്ഡ് ആൻഡ് തിങ്സ് ആർ വെരി ഈസി. നിങ്ങൾ അബുദാബി കോൺസുലേറ്റിൽ പോയാണ് വിസയുടെ ഇൻ്റർവ്യൂ? ഞങ്ങൾ ദുബായ് കോൺസുലേറ്റ് പോയി. ദുബായ് കോൺസുലേറ്റ്. ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ അമേരിക്കയിലോട്ടുള്ള ട്രാവൽ പ്ലാൻസ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നോ? ഇങ്ങനെയൊക്കെ പോകണമെന്നും കാണണമെന്നും? ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണ് എല്ലാം ഹെൽപ്പ് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി ജോബി ജോൺ അച്ഛന്, ഡാലസിലുള്ള ജോബി ജോൺ അച്ഛന് സെഹിയോൻ മാർത്തോമ ചർച്ചിൻ്റെ വികാരാണ്. അച്ഛൻ്റെ എൻ്റെ സിസ്റ്ററും ബ്രദറിൻ്റെയാണ്. ഓക്കെ, അങ്ങനെ റിലേറ്റീവ്സ് നന്നായിട്ട് ഹെൽപ്പ് നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തു. നിങ്ങൾ ആദ്യം വന്ന ഡെസ്റ്റിനേഷൻ എവിടെയാണ്? ഞങ്ങൾ ആദ്യം വന്ന ഫ്ലോറിഡയാണ്. അവിടെ എന്തൊക്കെ കണ്ടിരുന്നു? എവിടെയെല്ലാം പോയി? ഡിസ്നി വേൾഡിൽ പോയി. പിന്നെ ടാമ്പയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ മയാമി ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ മയാമിയിൽ നിന്ന് ഞങ്ങൾ പിന്നെ ന്യൂയോർക്കിൽ വരുമായിരുന്നു. നിങ്ങളുടെ ഡ്രൈവിങ് എങ്ങനെയാണ്? ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഡ്രൈവ് ചെയ്തോ അതോ നിങ്ങൾ യൂബറൊക്കെ ആണോ? അല്ലല്ല, ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടാണ് വന്നത്. അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. ദുബായിട്ട് എന്താണ് ഡിഫറൻസ് ഉണ്ടോ ഇവിടുത്തെ ഡ്രൈവിങ്ങിൽ? ഡ്രൈവിങ്ങിൽ ഉണ്ട്. കമ്പയർഡ് ടു ദുബൈയും ഇതുപോലെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആണ്. അവിടെയും എല്ലാ റൂൾസൊക്കെ പ്രകാരമാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്. പെഡസ്ട്രിയൻസിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതെ, അങ്ങനെയൊക്കെ കൂടുതൽ കാര്യങ്ങളായിരുന്നു. പിന്നെ അതുപോലെ ഹോണിങ്ങും ചെയ്യില്ല. വളരെ ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആണ് ഇവിടെ കണ്ടത്. ഞാൻ മെയിനായിട്ട് ഫ്ലോറിഡയിലാണ് എടുത്തത്. ഫ്ലോറിഡ ഞങ്ങൾ വണ്ടി റെൻ്റൽ എടുത്തിട്ട് ഡ്രൈവ് ചെയ്തു. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ റൂൾസ് പ്രകാരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഈസിയാണ്. അങ്ങനെ മച്ച് ഡിഫറൻസ്. ട്രാഫിക് ഫൈൻ വരുമെന്ന് എന്തെങ്കിലും പേടിയുണ്ടായിരുന്നോ? ട്രാഫിക് ഫൈൻ ബിക്കോസ് ദുബൈയിലും റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇവിടെയും അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ഡിഫറൻസ് തോന്നിയില്ല. സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്ലോറിഡ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എങ്ങോട്ട് പോയി? ഫ്ലോറിഡ കഴിഞ്ഞ് ഞങ്ങൾ മയാമിക്ക് പോയി. അത് ഞങ്ങൾ ഡ്രൈവ് ചെയ്താണ് പോയത്. ഫ്ലോറിഡ ടു മയാമി ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ വണ്ടി എടുത്തിട്ട് ഫ്ലോറിഡയിൽ 2-3 ഡേയ്സ് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ ഡ്രൈവ് ചെയ്ത് മയാമി പോയി അവിടെ വണ്ടി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതും മയാമിയും ഞങ്ങൾ ബീച്ചും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടുത്തെ ഏകദേശം ഒരു മുക്കാൽ ഒരു 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എങ്കിലും എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഓക്കെ.
പിന്നെ അത് കഴിഞ്ഞ് ന്യൂയോർക്കിൽ എപ്പോഴാണ് എത്ര ദിവസം പോയി? ന്യൂയോർക്ക് ഞങ്ങളൊരു 3 days ഉണ്ടായിരുന്നു. ന്യൂയോർക്കും പ്രധാനപ്പെട്ട കുറേ ഞങ്ങളവിടെ മോസ്റ്റ്ലി വണ്ടി എടുക്കുന്നതിന് പകരം ഞങ്ങൾ സിറ്റി ടൂറാണ് ബുക്ക് ചെയ്തത്. ഒരു 2 days ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡൗൺ ടൈം പിന്നെ അപ്പ് ടൗണും. അത് പെർ ഡേ എത്ര രൂപ മേടിച്ചവർ? അവർ ഒരു പാക്കേജായിട്ടാണ് തന്നെ 2 days പ്രോഗ്രാം ഒരു $215. നമുക്ക് എവിടെ വേണമെങ്കിലും എലൈറ്റ് ചെയ്യാം, എവിടെ വേണമെങ്കിലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഐഫിൽ ടവർ അവിടെ പോയിരുന്നു, സ്റ്റാച്യു അത് ഞങ്ങൾ സെപ്പറേറ്റ് പോയിരുന്നു. ഇവരുടെ പ്ലാനിന്റെ ഭാഗമായിട്ടല്ലായിരുന്നു, അല്ലാതെ സർവീസ് എടുത്തോ? ഫെറി ത്രൂ ഞങ്ങൾ. കോൾഡ് ഉണ്ടായിരുന്നു. തണുപ്പ് എങ്ങനെയുണ്ട് ന്യൂയോർക്കിലെ? തണുപ്പ് ഭയങ്കര 4 ഡിഗ്രി ആയിരുന്നു. അവിടെ ആയിരുന്നു ഞങ്ങൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നല്ല തണുപ്പ് അവിടെ ആയിരുന്നു. ന്യൂയോർക്കിലായിരുന്നു. അവിടെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, കാരണം ഞങ്ങൾ ദുബൈയിൽ നിന്ന് വരുന്നതുകൊണ്ട് അവിടെ അത്ര വലിയ കോൾഡ് ടെമ്പറേച്ചർ ഉള്ളതല്ല. ബട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ന്യൂയോർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് മോനെയൊക്കെ ഞങ്ങൾ ഫുൾ കവർ ചെയ്ത് വെളിയിറങ്ങേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. മോനെയും കൊണ്ട് വന്നത്, ഇത്രയും യങ് ഏജിലുള്ള മോനെയും കൊണ്ട് വന്നതിൽ എന്താ ബുദ്ധിമുട്ട് അമേരിക്കയിൽ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടത്? തണുപ്പിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളോ അല്ലാതെ കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടെ പ്രത്യേകിച്ചും നമ്മൾ കിഡ്സിനെ പോകുമ്പോൾ വളരെ സേഫാണ്, നമുക്ക് പോകാനും വരാനും ഒക്കെ. ഇപ്പം നിങ്ങൾ ടെക്സസിൽ എവിടെയൊക്കെ യാത്ര ചെയ്തു? ഞങ്ങൾ ഇന്ന് നാസ വന്നു. ഇനി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോക്കൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ്. ഞങ്ങൾ ഇവിടെ ഒരു 7 days. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിക്കാഗോ ഒരു 2 days ഉണ്ട്. പിന്നെ ദെൻ ബാക്ക് ടു ദുബായ്. ചിക്കാഗോ എന്ന ഫ്ലൈറ്റ്. അതെ. നിങ്ങൾ എമിറേറ്റ്സിനാണോ? അതെ. ശരി. ഇത്രയും സ്റ്റേറ്റുകൾ കവർ ചെയ്ത് നിങ്ങൾ ട്രാവൽ ചെയ്ത് അമേരിക്കയുടെ ഒരു ഭൂപ്രകൃതി കണ്ടിട്ട് എന്താ മനസ്സിലാക്കിയത്? അമേരിക്ക എനിക്ക് തോന്നുന്നത് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ ഗ്രീനറി കാര്യങ്ങൾ. എവിടെ ചെന്നാലും ഈവൻ ന്യൂയോർക്ക് വൺ ഓഫ് ദ ബിഗ് സിറ്റി, ബട്ട് ദെയർ ഓൾസോ അവർക്കൊരു സെൻട്രൽ പാർക്കുണ്ട്, അവിടെ ഗ്രീനറി പ്ലാന്റ്സ് ഒത്തിരി ഉണ്ട്. സോ ഐ തിങ്ക് നാച്ചുറൽ ബ്യൂട്ടി ഈസ് വൺ ഓഫ് ദ മെയിൻ തിങ്. ദേ ആർ മെയിൻറ്റെയിനിങ് ഇറ്റ് വെരി വെൽ. ദെൻ നാച്ചുറൽ ബ്യൂട്ടി ഈസ് ഓൾവേസ് ദെയർ. ഐ മീൻ ഓഫ് കോഴ്സ് സമ്മർ സീസൺ വരുമ്പോഴാണ് കൂടുതൽ, ബട്ട് വിന്റർ സീസണിൽ അത്രയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഇനിയിപ്പോൾ ഏതൊക്കെ ഡെസ്റ്റിനേഷൻ പോകാനുള്ളത്? ചിക്കാഗോ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പോവാണ്. ഞങ്ങൾ മോസ്റ്റ്ലി എവറി ഇയർ ഞങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്ട് പോയത്. ലാസ്റ്റ് ഞങ്ങൾ അർമേനിയ പോയിട്ടുണ്ടായിരുന്നു. ദിസ് ഇയർ US. ഞങ്ങൾ അങ്ങനെ എല്ലാ വർഷവും അർമേനിയ വൺ പ്ലേസ്, ജോർജിയ എല്ലാം കൂടെ കൂട്ടി. അല്ല, ഞങ്ങൾ അർമേനിയ മാത്രമായിട്ടൊരു 1 week ഉണ്ടായിരുന്നു. അവിടുത്തെ എക്സ്പെൻസും US എക്സ്പെൻസും ദുബായ് എക്സ്പെൻസും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? അർമേനിയ എക്സ്പെൻസ് വളരെ ചീപ്പാണ്. ദുബായും US നോക്കുമ്പോൾ US എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ വന്നിട്ട് മലയാളി ഫാമിലീസ് കുറേ വിസിറ്റ് ചെയ്തല്ലോ, റിലേറ്റീവ്സ് അല്ലേ? അത് നിങ്ങൾ ഉദ്ദേശിച്ചൊരു ഫീലിംഗ് ആണോ അമേരിക്കൻ ലൈഫിൽ അവരൊക്കെ അവിടെ കണ്ടത്, അതോ യാഥാർത്ഥ്യമായിട്ട് ഒത്തിരി മാറ്റങ്ങളുണ്ടോ? ഇല്ല, എല്ലാവരും വെൽ ഓർഗനൈസ്ഡ് ആണ്. കമ്പയർഡ് ടു വേറെ കൺട്രീസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ വെൽ ഓർഗനൈസ്ഡ് ആണ്. എല്ലാവരും പ്രോപ്പർ പ്ലാനിങ്ങിൽ അവരുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. അവർ കണ്ടന്റഡ് ആയിരുന്നു. ആ ഫാമിലീസ് എല്ലാം അമേരിക്കയിലുള്ള മലയാളീസൊക്കെ കണ്ടന്റഡ് ആണോ, സാറ്റിസ്ഫൈഡ് ആണോ നോക്കിയെടുത്തോളം? അതെ 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 എല്ലാവരും അവർക്ക് ഇവിടുത്തെ കൾച്ചറിൽ ഇവിടുത്തെ ലൈഫ് അവർക്ക് വെൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പുതിയ ജനറേഷനിലെ പിള്ളേരെ നിങ്ങൾ കണ്ടല്ലോ, എന്താണ് അവർ കണ്ട ഒരു വലിയ മാറ്റം അല്ലെ പ്രയാസം? നമ്മളൊരു കേരളീയനായിട്ടുള്ള അവർക്ക് അതായത് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് അവർക്കറിയില്ല. അവർ ഈ ഒരു വേർഡ്ലി ലൈഫിൽ പോകുന്ന ആൾക്കാരാണ് ഈ ഏജിലുള്ള ടീനേജ് പിള്ളേഴ്സ് എസ്പെഷ്യലി. താങ്ക് യു. എനിവേ, ഹ്യൂസ്റ്റൺ വോയിസിൽ ഇത്രയും സമയം ചിലവഴിച്ചതിൽ ഒത്തിരി നന്ദി. ദുബൈയിലുള്ള ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാനും കാണാനും സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങളുടെയും ഒരു ലൈഫ്, ഒരു പാർട്ട് ഓഫ് ലൈഫ് അബുദാബിയിലായിരുന്നു. സോ വി ആർ വെരി മച്ച് ഹാപ്പി ടു മീറ്റ് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വിഷയം